പീഡാനുഭവത്തെ അനുസ്മരിക്കുവാനും ഉയർപ്പ് പെരുന്നാൾ ആഘോഷിക്കുവാനുമായി ഈ ദിവസങ്ങളൊക്കെ നമ്മൾ വേർതിരിച്ചിരിക്കുകയാണ്. അതിൽ സുപ്രധാനമായ ഒരു ദിവസത്തിലേക്കാണ് ഞാൻ നിങ്ങളും കടന്നു വന്നിരിക്കുന്നത്. അനേകം കാര്യങ്ങൾ ഒരുമിച്ച് അനുസ്മരിക്കുന്ന ഒരു ദിവസമാണ്. The first and foremost, it is the feast of Passover for the people of Israel, for both the Jews and the Christians. This is a great festival. When we go through the narratives of the book of Exodus, we read the meaning of the great feast of Passover. യഹൂദന്മാരുടെ വളരെ പ്രധാനപ്പെട്ട 3 പെരുന്നാളുകളായിരുന്നല്ലോ കൂടാരപ്പെരുന്നാളും പെന്തക്കോസ്ത് പെരുന്നാളും പെസഹ പെരുന്നാളും. And all the Jews, not only from different places of Palestine, but also from the diaspora, from different parts of the Roman Empire, they used to come over to Jerusalem for celebrating the feast of Passover. There were many different kinds of rituals and celebrations. പ്രത്യേകിച്ചും യഹൂദന്മാരുടെ കുടുംബങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന ഒരു ദിവസം കൂടിയാണ് പെസഹ പെരുന്നാൾ. All the family members, the aged, the youth, the children, all of them will get together in the family and they will sit together. And the youngest among them, the ഏറ്റവും ചെറിയ കുട്ടി എഴുന്നേറ്റ്, he used to ask a question, why we have gathered together here? എന്തിനാണ് നമ്മളെല്ലാം കൂടി ഇങ്ങനെ ഇരിക്കുന്നത്? Then the oldest among them, ഏറ്റവും പ്രായം കൂടിയാണ്, വിശുദ്ധ വേദപുസ്തകം തുറന്ന ഈ പുറപ്പാട് സംഭവം വായിക്കുക പതിവായിരുന്നു. Because that is the greatest milestone in the history of Israel. The chosen race of God, the beloved children of God. ഒരു കാലത്ത് വാഗ്ദത്ത സന്തതികളായി കഴിഞ്ഞവർ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും സന്തതികളായി കഴിഞ്ഞവർ. For a long time they were living as slaves in the land of Egypt. അവിടെ ഒത്തിരി വർഷങ്ങൾ അവർ അടിമകളായി കഴിഞ്ഞു. ഒരുപക്ഷെ അക്കാലത്തൊക്കെ ഉയർന്നു വന്ന പിരമിഡുകളായിരിക്കും നമ്മളിപ്പോ സന്ദർശിക്കുന്ന പിരമിഡുകൾ. അവരെ അടിമകളാക്കി. യോസേഫിന്റെ കാലത്ത് they had some privileges because Joseph was a minister who saved the land of Egypt from the great famine. പക്ഷെ യോസേഫിനെ അറിയാത്ത ഫറവോന്മാർ വന്നു കഴിഞ്ഞപ്പോൾ അവരെയെല്ലാം പെർസിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി. For 390 years they lived there without any privilege, any rights, just like animals. അവരെല്ലാം മൃഗങ്ങളെ പോലെ കഴിഞ്ഞ ഒരു കാലഘട്ടമായി. And they cried out. സ്വർഗത്തേക്ക് നോക്കി അവര് ദൈവത്തോട് അപേക്ഷിച്ചു, God deliver us. Deliver us from the bondage. Deliver us from the pharaohs, so that we can enter the land of milk and honey which was promised to us. ആ പ്രാർത്ഥന ദൈവം കേട്ടു. മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനതയെ വിമോചിപ്പിക്കുന്ന ദൃശ്യം നമ്മൾ കാണുന്നു. And it was quite an unexpected time for them. അവർ പിറ്റേ ദിവസം അപ്പം ഉണ്ടാക്കാനുള്ള മാവൊക്കെ ഒഴിച്ചു വെച്ച കാലത്താണ് രാത്രിയിൽ ദൈവശബ്ദം ഉണ്ടാകുന്നത്. You take whatever belongs to you and run. അവർ ഈ മാവ് ഒഴിച്ചു വെച്ചത് പുളിക്കുന്നതിന് മുൻപ് ആ പുളിച്ചു പോകാത്ത മാവ് എടുത്തുകൊണ്ട് ഓടുകയായി. So they considered this as a great remembrance for them. അതുകൊണ്ട് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ അവർ ആഘോഷിക്കാൻ പതിവായിരുന്നു.
അതുപോലെ തന്നെ സകല ലോകത്തിന്റെയും പാപങ്ങളുടെ പരിഹാരമായി പെസഹ കുഞ്ഞാടിനെ അറുക്കുന്ന പെസഹ പെരുന്നാൾ. ഇതൊക്കെയും വിമോചനത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ, മാന്യതയുടെ ഒക്കെ സിമ്പിളായി അവിടേക്ക് പോകും. അതുകൊണ്ട് ഈ പെസഹ പെരുന്നാൾ നമുക്ക് നൽകുന്ന ഒരു വലിയ സൂചന ഈ വിമോചനത്തിൻ്റെതാണ്, ഈ സ്വാതന്ത്ര്യത്തിൻ്റെതാണ്, അന്തസ്സിൻ്റെതാണ്. Unfortunately, we are going through a tough time in the history of mankind. For the last 4 weeks, precisely from March onwards, a great war is broken in the land, in the West Asian land, and Israel is also there, not as persecuted, but as persecuted. വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എത്രയോ ആളുകൾ കൊല്ലപ്പെട്ടു, എത്രയോ കുഞ്ഞുങ്ങൾ, യാതൊരു തെറ്റും ചെയ്യാത്ത കുഞ്ഞുങ്ങൾ, അവരുടെ മതം ഏതുമാകട്ടെ, അവരുടെ ജാതി ഏതുമാകട്ടെ, അവരുടെ നിറം എന്തുമാകട്ടെ, they all are like you and me. Think there are some evil men in this part of the world. ഈ ബ്രിസ്ബെയിനില് കുറച്ച് അഴുക്കാളുകളുണ്ട് എന്ന് വിചാരിക്കുന്നു. Does it mean that all of you are sinners? ഇത് നിങ്ങളെല്ലാം കൂടെ മരിക്കണം. ഈ ബ്രിസ്ബെയിൻ പട്ടണത്തിലുള്ള കിരാതന്മാരായ, ക്രൂരന്മാരായ, ടെററിസ്റ്റായ ആളുകളുണ്ട് എന്ന് വിചാരിക്കുക. Is it an answer to kill all of you and your family members? നിങ്ങൾ എന്ത് വിളിച്ചു? എത്രയോ ആളുകൾ, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ചത്തൊടുക്കുകയാണ്. And we all are unhappy and sorry about our brothers and sisters, our parents, our children who work in the Gulf countries. അവരാരും ഒഴിച്ചിട്ട് ചെയ്യാത്ത ആളുകളാണ്. കഴിഞ്ഞ ഒരു മാസമായി ഞെട്ടലിന്റെ നിമിഷങ്ങളാണ്. രാത്രിയുടെ ഏകാന്തതയിൽ മിസൈലുകളുടെ ആരവമാണ്. നമുക്കൊക്കെ ടി വിയിൽ കാണുന്ന മനോഹരമായും തൃശൂർ പൂരത്തേക്കാൾ മനോഹരമായ ദൃശ്യമാണ്. പക്ഷെ അവിടെ വസിക്കുന്ന ആളുകൾ, കൊച്ചു കുഞ്ഞുങ്ങൾ, പ്രസവിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഗർഭിണികളായ നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ, വാർദ്ധക്യത്തിലായ ആളുകൾ, നാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിച്ചവർ, നാട്ടിൽ അവധിക്ക് വന്ന ആളുകൾ, വിസയുടെ കാലാവധി കഴിഞ്ഞവർ ഒരു മാസമായി നിലവിളിക്കുകയാണ്. ഈ വർഷത്തെ പെസഹ പെരുന്നാളിൽ നാം പ്രാർത്ഥിക്കേണ്ടത് ആ നാടുകളിൽ സമാധാനം കൈവരാൻ വേണ്ടിയാണ്. Let us pray to the Lord that the leaders of the nations who are involved in this war get the wisdom of the Lord. May God make them peaceful ambassadors of the world. അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കേണ്ട ദിവസങ്ങളാണ്. പെസഹ പെരുന്നാൾ രണ്ടാമത് നമ്മെ ഓർപ്പിക്കുന്ന വലിയ സംഗതി വിശുദ്ധ കുർബാനയുടെ സ്ഥാപനമാണ്. തന്നെ ഏൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ ശിഷ്യന്മാരുമായി ഈ പെസഹ പെരുന്നാൾ ആഘോഷിക്കുവാൻ, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആഘോഷിക്കുവാൻ ഒരുമിച്ച് കൂടിയ ശിഷ്യന്മാരുടെ മധ്യയാണ് കർത്താവ് അപ്പം എടുത്തുകൊണ്ട് മുറിച്ച് ഇതെന്റെ ശരീരമെന്നും പാനപാത്രം എടുത്ത് വാഴ്ത്തി പുതിയ നിയമത്തിനായി ചൊരിയപ്പെടുന്ന എന്റെ രക്തമാകുന്നു എന്ന് മരണം ചെയ്യുന്നു. It's a great symbol of the absolution of our sins, forgiveness for our trespasses. നമ്മളെല്ലാം ഈ ദിവസങ്ങളിൽ അനുദപിച്ച് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന അനുഭവിക്കുകയാണ്. നമ്മളൊക്കെ അറിഞ്ഞും അറിയാതെയും വാക്കുകളിലും വിചാരങ്ങളിലും പ്രവൃത്തികളിലും എന്തെല്ലാം തെറ്റുകൾ ചെയ്യുന്നു. അനുനിമിഷം അനുദിനം നാം ഓർക്കുന്നവ ഓർക്കാതെ പോയവ. ഇത് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിലൂടെ അതെല്ലാം മോചിക്കപ്പെടും എന്നുള്ള വലിയ വിശ്വാസമാണ് നമുക്കുള്ളത്. പ്രിയമുള്ളവരെ, പെസഹ പെരുന്നാൾ നമുക്ക് നൽകുന്ന സന്ദേശം ഒരുക്കത്തോടു കൂടി കർത്താവിന്റെ രക്തങ്ങൾ അനുഭവിക്കണം എന്നുള്ളതാണ്.
as per the words of Saint Paul in 1 Corinthians chapter 11 verses 23 following. അവിടെ പറയുന്നത് ഒരുക്കത്തോടെ അല്ലാതെ കുർബാന ഭക്ഷിക്കുന്നവർ ശിക്ഷാർഹരായി തീരും എന്നാണ്. യൂദായും കുർബാന അനുഭവിച്ചവനാണ്. യൂദായും തിരുവത്താഴത്തില് കർത്താവിനോട് കൂടെ ഇരുന്നവനാണ്. And we all know what happened to him. എന്താണ് യൂദായ്ക്ക് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. The role of you reflect on yourself. Think over your mistakes. നമ്മളൊക്കെ 10, 70, 80, 90, 100 ആകട്ടെ വർഷങ്ങൾ ജീവിക്കുവാൻ ഈ ലോകത്തിൽ ദൈവം നമ്മെ അനുവദിച്ചിരിക്കുകയാണ്. നമ്മുടെ അഹങ്കാരം, നമ്മുടെ മത്സരം, നമ്മുടെ അസൂയ, മറ്റുള്ളവരോടുള്ള നമ്മുടെ മത്സര ബുദ്ധി, ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് കുഞ്ഞാടുകളെ പോലെ പാപം പരിഹരിക്കപ്പെട്ടവരായി നിർമ്മല ഹൃദയമുള്ളവരായി തീരുവാൻ ഈ പെരുന്നാൾ നമ്മെ സഹായിക്കേണ്ടതായിട്ടുണ്ട്. And thirdly, മൂന്നാമത് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കാണുന്ന മനോഹരമായ മറ്റൊരു സംഭവം കൂടെയുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലാണ് വിശുദ്ധ കുർബാനയുടെ അർത്ഥവും ആഴവും വളരെ വിശദമായി പറയുന്നതെങ്കിലും ഈ അപ്പമെടുത്ത് വാഴ്ത്തി നോക്കിക്കൊടുത്ത സംഭവം യോഹന്നാൻ ശ്ലീഹ രേഖപ്പെടുത്തുന്നതേ ഇല്ല. 13-ാം അധ്യായത്തിൽ ഒരുമിച്ച് കൂടി അത്താഴത്തിൽ ഇരുന്നു എന്ന് പറയുന്നുണ്ട്. അവിടെ പറയുന്നത് മറ്റൊരു സംഭവമാണ്. കർത്താവ് എഴുന്നേറ്റ് അലയിൽ തൂവാല ചുറ്റി തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ the greatest symbol of humility. ഈ വിശുദ്ധ കുർബാന, ഈ പെരുന്നാൾ നമ്മെ അതിലേക്കും നയിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെയൊക്കെ അഹങ്കാരം നമ്മുടെ ആരോഗ്യത്തിലാകാം, പണത്തിലാകാം, പദവിയിലാകാം, സ്ഥാനമാനങ്ങളിലാകാം, മനുഷ്യർ നമ്മെ ബഹുമാനിക്കുന്നതിലാകാം. For what? What is the use of all these things? നാളെ ഒരു ശ്വാസത്തിന്റെ വെള്ളത്തിൽ കഴിയുന്ന ഞാനും നിങ്ങളും വിനയാന്വിതരായി നമ്മോട് കൂടെ ജീവിക്കുന്നവരെ ദൈവമക്കളായി കരുതുവാനും സ്നേഹിക്കുവാനും ഒക്കെ കഴിയണം. പാദങ്ങൾ കഴുകി ആ ഒരു വലിയ അടയാള കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വർഷത്തെ പെസഹ പെരുന്നാൾ ഈ സന്ദേശങ്ങളൊക്കെ the message of the freedom, the deliverance from Satan, death and sin. അതുപോലെ തന്നെ നമ്മുടെ കർത്താവിന്റെ തിരുരക്തങ്ങൾക്ക് അംശികളായി തീരാനുള്ള നമുക്ക് ലഭിച്ചിരിക്കുന്ന സൗഭാഗ്യം, അതിലൊക്കെ ഉപരിയായി ദൈവം നൽകുന്ന ആയുസ് വിനയാന്വിതരായി സമർപ്പണ ബോധത്തോടെ താലന്തുകളെ വർദ്ധിപ്പിക്കുവാൻ ദൈവമേ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ പെസഹ നമുക്ക് ഭക്ഷിക്കാം. ഇന്നേ ദിവസം ഈ ദേവാലയത്തിൽ കടന്നു വരാനായി ഇടയായതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട അനീഷ് മാത്യു അച്ഛൻ എൻ്റെ പ്രിയ ശിഷ്യന്മാരിൽ മുൻപിൽ നിൽക്കുന്ന ഒരാളാണ്. പഠനകാലത്ത് വളരെ സമർപ്പണബോധമുള്ളവനായി, വളരെ ഉത്സാഹിയായി സെമിനാരിയിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്. തന്നെയുമല്ല, സെമിനാരിയുടെ ഇല്ലവല്ലായിരിക്കുകയും അതിന്റെ പോരായ്മകൾ പരിഹരിക്കുവാൻ ചെല്ലുന്നിടത്തൊക്കെ സെമിനാരിയെ പറ്റി പറയുന്ന നല്ലൊരു വൈദികനുമാണ്. അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇടവകയുടെ ഭാരവാഹികളോടുള്ള നന്ദി അറിയിക്കുന്നു. ബലഹീനായ എനിക്കും വേണ്ടി കൂടെ നിങ്ങൾ ഈ പെരുന്നാളിന്റെ ദിവസം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കുന്നതായിരുന്നു.